കേരളത്തിലെ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ, അത് കുർബാന അർപ്പിക്കുന്ന കാര്യം, അങ്ങനെയുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഈ ഡെമോഗ്രഫിക് ആയിട്ടുള്ള ചില ചേഞ്ചസ്, അതുപോലെ ഈ പൊളിറ്റിക്കൽ ഗ്രിപ്പ് നേരത്തെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നത് നഷ്ടപ്പെടുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഡിബേറ്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. ഈ പല പ്രശ്നങ്ങൾക്കും കാരണം പോപ്പുലർ ഫ്രണ്ട് ആണ്, ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് എന്നൊക്കെ. അതിൽ നമുക്കിപ്പം വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനകത്തോ അല്ലെങ്കിൽ അതിന്റെ സംഘടനകത്തുള്ള പ്രശ്നങ്ങൾക്കകത്തോ വേണമെങ്കിൽ അങ്ങനെ ആരോപിക്കാം, ശരിയാണോ തെറ്റാണുള്ള മറ്റൊരു കാര്യം. പക്ഷെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പോലും അത്ര ഇടപെടൽ ഉണ്ടാവുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് സാറെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. ഈ പറഞ്ഞ CBCIയുടെ ചീഫ് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്, അദ്ദേഹത്തെ ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഒരു വെറുതെ പറയത്തില്ല, ഒന്നാമത്തെ പോയിന്റ്. അപ്പം എന്തെങ്കിലും കാര്യമായിട്ട് ആളുകൾ അദ്ദേഹത്തിന് തെളിവ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. ഇനി ആ ടോപ്പിക്കിലോട്ട് പോകാം. അദ്ദേഹം ഈ പറഞ്ഞതും കാത്തലിക് സഭയുടെ സ്പിരിച്വൽ സംഭവം, അതിനെ എനിക്ക് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്പർ 1, അത്ര മോശമാണോ കാത്തലിക് സഭ? അതായത് ഒരു ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് ഓർഗനൈസേഷൻ സഭയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ട് കുർബാന തെക്കോട്ടോ വടക്കോട്ടോ നടത്തുവാൻ വേണ്ടി അവർ ഫണ്ട് കൊടുത്താണ് ഇത് ചെയ്യിപ്പിച്ചത്, അല്ലെങ്കിൽ അവരാണ് ഇതിൻ്റെ പുറകിലുള്ള ശക്തി എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ലോകത്തിലെ ഏറ്റവും വലിയ സഭാ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ് കാത്തലിക് സഭ. സംശയമില്ലാത്ത കാര്യമാണ്. കേരളത്തിലെ സീറോ മലബാറും കാത്തലിക് സഭയെന്ന് പറയുന്നത് ഏറ്റവും സ്ട്രെങ്തൻഡ് ആണ്. അവരുടെ ബിഷപ്സ് ആണെങ്കിലും അവരുടെ കെട്ടുറപ്പാണെങ്കിലും ആ സഭയുമായി ബന്ധപ്പെട്ട് അവരെങ്ങനെയാണത് ഷേപ്പ് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന മറ്റുള്ള സഭകൾ പോലല്ല, വ്യക്തമായ സ്ട്രക്ചറുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സഭയ്ക്കകത്തോട്ട് ഈ പറയുന്ന സഭയിലെ സീനിയർ പാതിരിമാരൊക്കെയുള്ള ചാലക്കുടി, അങ്കമാലി, എറണാകുളം രൂപതയ്ക്കകത്തോട്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അതിനകത്ത് കയറി എന്നുണ്ടെങ്കിൽ ഞാൻ ജിബിനോട് വളരെ കൃത്യമായിട്ട് പറയാം, ഈ സഭ നാശത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ അതായത് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത് സത്യമാണ് എന്നുണ്ടെങ്കിൽ, ശരിയാണെന്നുണ്ടെങ്കിൽ ഈ സഭയ്ക്ക് ഇനിയും കേരളത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം അത്ര വീക്കായി. ഇത് ഉണ്ടെങ്കിൽ തന്നെ ഇതിനൊരു സൊല്യൂഷനാണ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. കാരണം ഞാനൊരു കാര്യം പറയാം, ഇന്ത്യക്ക് കാത്തലിക് സഭ കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ മലയാളികളായ അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ് ഈ പറയുന്ന ഇന്ത്യക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. മലയാളികൾ തന്നെയാണ്. ഓക്കെ, നമ്മളിത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലയാളികൾ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഈ പിന്നെ ഇന്ത്യയിലെമ്പാടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ഈ ഹോസ്പിറ്റൽസ്, ഇതിനെല്ലാം ലീഡ് ചെയ്യുന്നത് മലയാളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളോ അച്ഛന്മാരോ. അതെ, അത് തന്നെയാണ്. അല്ലാതെ മറ്റുള്ള സ്റ്റേറ്റുകാർക്കൊന്നും വലിയ പ്രാധാന്യമുണ്ട്. മലയാളികളുടെ അച്ചടക്കവും അവരുടെ ഡിറ്റർമിനേഷൻ, അഗ്രസീവായിട്ടുള്ള പ്രൊഫഷണലിസം, അഗ്രസീവായിട്ടുള്ള വർക്കിന്റെ മെറിറ്റ് ഈ മലയാളികളായ കാത്തലിക്സ് അച്ഛന്മാരും അതേപോലെ ബിഷപ്പുമാരും അവർ ഭയങ്കര കഴിവുള്ളവർ. ഇവരൊക്കെ നല്ലൊരു ശതമാനം വിദേശത്ത് പോയി എഡ്യൂക്കേറ്റ് ചെയ്ത് വന്നിട്ടാണ് അവർ ഈ മിഷൻ ആക്ടിവിറ്റീസിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, കൂടുതലും മിഷൻ എന്ന് പറയുന്നത് കൂടുതലും ചാരിറ്റി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവർ ഗോസ്പലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്നു, കുർബാന സംഭവം ആ ഒരു രീതിയിൽ അങ്ങ് പോകുന്നേ ഉള്ളൂ. എൻ്റെ അടുത്ത ചോദ്യം ജിബിനോട് ഞാൻ ചോദിക്കുക, ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പോൾ ഈ സഭയിലെ പിതാക്കന്മാരും അച്ഛന്മാരും എന്താണെന്ന് പറഞ്ഞത്? അന്ന് ഈ എന്താണോ ജോസഫ് മാഷിനെതിരെ ഉയർന്ന ആരോപണം അതിന്റെ കൂടെ നിൽക്കുകയായിരുന്നു. അത് ഈ
അതുകൂടാതെ പിന്നീട് ഇനി ആ ഒരു തെറ്റ് ചെയ്തെങ്കിൽ പോലും ഇനി അതിനകത്ത് ഈ ജോസഫ് സാർ തെറ്റ് ചെയ്തു സഭ പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കുക. പക്ഷെ ഈ പൊതുവെ ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളിനെ മാപ്പ് കൊടുക്കാന്നൊക്കെയുള്ള സംഭവമാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം പോലും ശിഥിലമാകുന്ന ഒരു ഘട്ടം വന്നപ്പോഴും കൂടെ വന്നില്ല എന്നുള്ളത് കുറച്ചുകൂടി ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മളിപ്പം കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് വാറ്റിക്കാനിലിരിക്കുന്ന പോപ്പ് അദ്ദേഹം പലയിടത്തും പോയി ക്ഷമ ചോദിക്കുകയാണ്. തെറ്റുപറ്റിപ്പോയി. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറുതെ ചെറുതായിട്ടല്ല ഇതിനെ കാണേണ്ടത്. കാരണം ഗ്ലോബൽ റിലീജിയൻ്റെ അകത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന കാത്തലിക് സഭയാണ്. കാരണം അത്രമാത്രം വോളിയുമുണ്ടത്, അത്രമാത്രം സ്ട്രക്ചേർഡാണ് ഈ സഭ. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ കാര്യം എടുക്കാം. സഭ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, എന്തുകൊണ്ടാണ് സീറോ മലബാറിൻ്റെ സഭകളിൽ, അതായത് അവരുടെ ചർച്ചുകളിൽ ആളുകളില്ല? വലിയ തറവാട്ടുകാരും വലിയ പള്ളികളും ആ പള്ളി ഈ പള്ളി എന്നൊക്കെ പറയുന്നു. ഈ ഞായറാഴ്ച സൺഡേയിൽ, അതായത് കുർബാനയ്ക്ക് പങ്കെടുക്കാൻ ആളുകളില്ല. അവിടെ എത്തുന്നവർ തന്നെ ഒരു 65 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെയാണ് എത്തുന്നേ. എന്തുകൊണ്ട് ആളുകൾ അവിടെ നിൽക്കാത്തതിൻ്റെ കാരണം വേറൊരു പോസിബിൾ ഓപ്ഷൻ അവരുടെ കയ്യിലില്ല. അതേപോലെ തന്നെ കാത്തലിക് ബിഷപ്പ്മാരൊക്കെ, കാരണം ബിഷപ്പ് തോമസ് തറയിൽ അദ്ദേഹം പറഞ്ഞു, ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട് പക്ഷെ കന്യാസ്ത്രീകളാകാൻ ആളില്ല. ആരാണ് ഇനി? പഴയൊരു സമയമല്ല. കന്യാസ്ത്രീകളാകാനായിട്ട് കാത്തലിക് സഭയിൽ ഒരു ബിലോ ആവറേജും മിഡിൽ ക്ലാസ്സിലെ ഒരു പെൺകുട്ടികളും തയ്യാറല്ല. കാരണം അതേപോലെയാണ് ഓരോ കഥകളും ഓരോ ദിവസവും ഇവിടുത്തെ മീഡിയയിലും ചാനലിലും വരുന്നത്. പിന്നെ അത് കൂടാതെ എനിക്ക് തോന്നിയിരുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫ്രാങ്കോന്റെ കേസൊക്കെയാണ് എടുത്തു പറയാം. കാരണം വെച്ചാൽ അത് നാഷണൽ മീഡിയ വലിയ രീതിയിൽ കവർ ചെയ്ത ഒരു സംഭവമാണ്. കാരണം അദ്ദേഹം മലയാളി ആണെങ്കിലും ജലന്ധർ ബിഷപ്പ് ആയിരുന്നു. അങ്ങനെ ഒരു നാഷണൽ പെർസ്പെക്റ്റീവിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ കൺവിക്റ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഒരുപാട് പേരുണ്ട്. പിന്നെ അതൊന്നും കൂടാതെ ഇവിടെ നിന്നുള്ള മലയാളികൾ പോയി കാനഡയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ സെറ്റിൽ ആകുമ്പോൾ അവിടെ ഒരു സീറോ മലബാർ സഭയുടെ ചർച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിടും. അങ്ങനെ പറഞ്ഞിട്ട് നിരവധി ആളുകൾ അവിടെ അറസ്റ്റിലാവുകയോ അല്ലെങ്കിൽ അറസ്റ്റിലാകുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടു വരികയോ ചെയ്ത അതാണ് ഞാൻ പറയുന്നത്. ഇവരുടെ അകത്തുനിന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു. ഇപ്പുറത്ത് ഇവരെല്ലാം കൂടെ ആൾക്കാരെ കളിയാക്കി ശബരിമല ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് നോക്കുന്നില്ല, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാനൊരു ശുദ്ധനോ നീ ഒരു ശുദ്ധനോ, അതല്ല ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത്. എവിടെയാണ് തെറ്റുപറ്റിയത്? ആ തെറ്റ് തിരുത്തുക എന്നതാണ് സഭയുടെ, അതായത് കേരളത്തിലെ ഈ സീറോ മലബാറിൻ്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം. അതായത് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ സംഭവമുണ്ട്, അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി. അതില്ലാതായി കഴിഞ്ഞ് ഈ പറയുന്ന അച്ഛന്മാരാണെങ്കിലും കന്യാസ്ത്രീകളാണെങ്കിലും ഇത് വിശ്വസിക്കുന്നവർക്കും ഇന്ന് സഭയിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, കല്യാണം കഴിക്കാൻ നേരത്ത് പള്ളി കല്യാണം കഴിക്കണം, കുറി കിട്ടണം. ഒന്ന്, മരിച്ചു കഴിഞ്ഞാൽ അടക്കണം. കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതുമില്ല. മനസ്സിലാക്കുക, ഈ പറയുന്ന സഭയുടെ സെമിത്തേരികളും പള്ളികളും വരാനുള്ള സമയത്ത് ഞാൻ പറയാൻ പോവാ, ഇത് യൂറോപ്പിലെ പോലെ ഇവർക്ക് വാടകയ്ക്ക് കൊടുക്കേണ്ടി വരും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടുന്ന് ഈ പണം വേണ്ടായോ? ശരിയാണ്. ഇപ്പൊ നമുക്ക് അതിന്റെ ഈ കണക്കുകൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പം സമീപകാലത്ത് കത്തോലിക്ക കുടുംബങ്ങളിലുള്ള ചർച്ചിന് കീഴിലുള്ള ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 1.6 ആണ്. അതായത് ഒരു ഫാമിലിയിൽ കഷ്ടിച്ച് 2 കുട്ടികൾക്ക് താഴെ മാത്രമേ ആവറേജ് ആയിട്ടുള്ളൂ. അപ്പൊ നമ്മളതൊരു ഫിക്സഡ് നമ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി എന്നുള്ള രീതിയിലേക്കാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നതാണ്. കാരണം 1.6 ആണ് അതിന്റെ നമ്പർ എന്ന് പറയുന്നത്, ബർത്ത് പെർസെന്റേജ് എന്ന് പറയുന്നത്, ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ഇവിടെയുള്ള യുവാക്കൾ, പ്രത്യേകിച്ച് ഈ ഒരു 90കളുടെ തുടക്കത്തിലൊക്കെ വന്നിട്ടുള്ള നഴ്സിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ സഭയുടെ തന്നെ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള ആളുകൾ, യുവാക്കൾ, അവരെല്ലാവരും തന്നെ കൂട്ടത്തോടെ വിദേശത്തേക്കൊക്കെ പോവുകയാണ്.
അവരവിടെ ചെന്നിട്ട് പലപ്പോഴും അവരുടെ അടുത്ത ജനറേഷൻ ഈ പറയുന്ന അവിടെ ഒരു പേരൊരു കത്തോലിക്ക ചർച്ചയ്ക്ക് ഉണ്ടെങ്കിൽ പോലും സീറോ മലബാർ സഭയുടെ ചർച്ചയ്ക്ക് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത ജനറേഷൻ, അതായത് അവർക്കെല്ലാം ഇപ്പൊ ഒരു 35-40 വയസ്സായി ആ കുടിയേറിയ ആളുകൾ, അവരുടെ അടുത്ത ജനറേഷൻ 16-18 വയസ്സൊക്കെ ആയി. അവർ ഇതിനോട്ട് അദ്ദേഹം വരുന്നേ ഇല്ല. അപ്പൊ ആ നിലയിൽ പൂർണ്ണമായും ആളുകൾ വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല ഇത് പോയി. ഇതിന്റെ രണ്ടാമത്തെ സ്പെസിഫിക് പോയിന്റ് നമ്മൾ ഈ മറ്റേ സെക്ഷൽ അബ്യൂസിന്റെ കാര്യത്തിലോട്ട് വരട്ടെ, അത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സിന്റെ കാര്യത്തിലോട്ട് വരട്ടെ. ഓക്കെ. അതായത് കാത്തലിക് സഭയുടെ മൗത്ത് പീസാണ് ദീപിക പത്രം. എഗ്രീഡ്. എന്തിനാണ് കാത്തലിക് സഭയുടെ മെത്രാന്മാര് ഫാരീസ് അബൂബക്കറിന്റെ നിന്ന് പണം വാങ്ങിയിട്ട് അയാളെ മാനേജിങ് ഡയറക്ടറാക്കിയത്? അത് PFI പറഞ്ഞിട്ടാണോ, അതോ സഭയ്ക്ക് സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടാണോ? ഇതിനൊന്നും സഭ ഉത്തരം കൊടുക്കുന്നില്ല. അതായത് ഞാൻ വീണ്ടും നിന്നോട് ആവർത്തിക്കാം, കേരളത്തിലെ കാത്തലിക് സഭ സീറോ മലബാറിന് ശരിക്കും അസറ്റുണ്ട്. ഈ അസറ്റുള്ളതിൻ്റെ പേരിൽ തന്നെയാണ് സഭ പെട്ടുപോയത്. ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റുമായിട്ട് മാറാലഞ്ചേരി, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. പക്ഷെ അയാളെ പെടുത്താൻ വേണ്ടി സഭയ്ക്കകത്തുള്ള ആൾക്കാർ തന്നെയാണ് മുമ്പിൽ നിന്നത്. എനിക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം സഭയുടെ മെത്രാന്മാരും അച്ഛന്മാരും ചില ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരായി. അതിൽ സാർ പറഞ്ഞൊരു പോയിന്റ് ഉള്ളത്, നേരത്തെ നമുക്ക് ഈ പ്രത്യേകിച്ച് മധ്യ കേരളം, അതുപോലെ ഈ വടക്കൻ തിരുവിതാംകൂർ മേഖല, ആ പ്രദേശത്തൊക്കെ സ്കൂളുകളായി കഴിഞ്ഞാലും പിന്നെ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആശുപത്രികളാണെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും ഇതെല്ലാം സഭയുടെ സ്ഥാപനങ്ങളായിരുന്നു. ആ സമയത്ത് മികവിന്റെ കേന്ദ്രങ്ങളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ പറയുന്ന റേറ്റിംഗോ റാങ്കിങ്ങോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ടോപ്പ് 10 പോലും ഇല്ലാത്ത അവസ്ഥയിലോട്ട് അതെ വളരെ പരിതാപകരമായ രീതിയിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജിബിനോട് അടുത്ത കാര്യം പറയാം. സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനകത്ത് കന്യാസ്ത്രീകളെ ഈ പറയുന്ന ആൾക്കാരില്ല. സത്യമാ. കാരണം ഞാൻ ആലുവായി താമസം, അതിന് ചുറ്റിന് എത്രയോ കന്യാസ്ത്രീ കോൺഗ്രിഗേഷൻ മഠങ്ങളുണ്ട്, ഇഷ്ടമാണ്. അതിന് ചുറ്റുമുണ്ട്. ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ ഒരു സമയത്ത് 15, 20, 30 പേരുണ്ടായിരുന്ന മഠത്തിൽ ഇന്നാകെ ഉള്ള 1 or 2 സിസ്റ്റേഴ്സാണ് ഉള്ളത്. അവരും പ്രായമുള്ളവരാ. എന്തുകൊണ്ടാണ് ഇത് വരാത്ത? അതിനെപ്പറ്റി സഭ പറയുന്നില്ല. എന്തുകൊണ്ട് സ്റ്റഡി ചെയ്ത് വരും? അവരൊറ്റ കാര്യം പറഞ്ഞു, ഇന്ന് കുട്ടികളില്ല, അതുകൊണ്ടാണ് വരാത്തത്. എന്തുകൊണ്ടാണ് സഭയുടെ പല ഇവിടെ അതില്ലാതായി കഴിയുമ്പോൾ സഭയുടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും റെസ്പോൺസിബിളായിട്ട് റൺ ചെയ്യാൻ വേണ്ടി ആളിനെ കിട്ടത്തില്ല. അവർ വെളിയിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യും. പിന്നീട് അത് അത് കച്ചവടമായി. വേറെ കാര്യം പറയാം, മറ്റൊരു കാര്യം ഇൻട്രസ്റ്റിംഗ്. അതായത് മനസ്സിലാക്കേണ്ടത്, വരാൻ പോകുന്ന സമയത്ത് ഇപ്പോഴും, അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ ക്രൈസ്തവ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജാണെങ്കിലും ഇവിടെ ഒന്നും പഠിക്കാൻ ആളിനെ കിട്ടുന്നില്ല. കാരണം എല്ലാം വിദേശത്തോട്ടും മറ്റുള്ളിടത്തോട്ടും പോവുകയാണ്. മനസ്സിലാക്കുക, മറ്റുള്ളിടത്ത് കാരണം ഇതൊരു എക്സോഡസാണ്, ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്തുള്ള പല സ്ഥാപനങ്ങളിൽ, കാത്തലിക് സഭയുടെ സ്ഥാപനങ്ങളിൽ, അവിടെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സഭയുടെ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടി കാത്തലിക് സഭയുടെ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും കിട്ടാത്തത്? ചോദ്യമോ? അതിനും ആളിനെ കിട്ടുന്നില്ല. ഇവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. അതായത് കാത്തലിക് സഭ കൊടുത്തൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇന്ത്യയിൽ. അതായത് ഇന്ത്യയുടെ റൂറൽ ആണെങ്കിൽ അർബൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ആ ഒരു സെക്ടറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ് ഒരു സംഭാവന ചെയ്തത്. ആ സാധനം പൂർണ്ണമായിട്ടും ഡിക്ലൈൻ ചെയ്ത് ഇവർ കംപ്ലീറ്റായിട്ട്, അത് സേവനം അങ്ങ് മാറിയിട്ട് ഇതിനെ ഇവർ സാമ്പത്തിക ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു. അല്ല, സഭയുടെ സ്ഥാപനങ്ങൾ, ആശുപത്രികളെല്ലാം 5 സ്റ്റാർ സ്ഥാപനങ്ങളെ പോലെ അങ്ങാക്കി മാറ്റി. ഇതോടുകൂടി അവിടെ ഒരു സാധാരണ സഭാവിശ്വാസിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിനകത്ത്, കോളേജിലെ സ്കൂളിലെ ഒരു അധ്യാപകനോ എത്ര പണം കൊടുത്തിട്ടാണ് കയറാൻ പറ്റുന്നത്? ഇതിനൊന്നും സഭ ഉത്തരം കൊടുക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ സഭാവിശ്വാസികളുടെ പ്രശ്നമുണ്ട് ക്രൈസ്തവർ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഈ കർഷകരെന്ന് പറയുന്ന ക്രൈസ്തവരാണ്. എഗ്രീഡ്. അവരുടെ ഒരു കോർ ഇഷ്യൂ ആണ്. അതുമായി ബന്ധപ്പെട്ട് സഭയുടെ ഈ പറയുന്ന മിത്രാന്മാരും ബിഷപ്പുമാരും
അച്ഛന്മാർ സ്റ്റേറ്റ്മെന്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അവരതിനൊരു സൊല്യൂഷൻ പറയുന്നില്ല. അല്ല, അതിനകത്ത് തന്നെ സാർ അതുമായിട്ട് അത് ആ ഒരു കർഷകരുടെ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നേരത്തെ ഈ പറയുന്ന മലയോര കർഷകരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം ഈ കസ്തൂരിരംഗൻ ഇഷ്യൂ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ സമയം വരെ ആളുകളെ തെരുവിലിറക്കിയിട്ട്, അതായത് ഒരു 15 വർഷം മുമ്പ് വരെ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 15-10 വർഷം മുമ്പ് വരെ ആളുകളെ തെരുവിലിറക്കി സമരം സംഘടിപ്പിക്കാനും രാഷ്ട്രീയപരമായിട്ടുള്ള ചില സ്റ്റാൻഡുകൾ എടുക്കാനൊക്കെ ഈ പറയുന്ന സഭയിലെ സഭക്ക് നേതൃത്വം നൽകുന്നവർ, അതായത് ഈ പറയുന്ന അച്ഛന്മാരാണ്, ഇവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് ഏറ്റവും അവസാനം അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ രൂപീകരിച്ച് റോഡിൽ ഇറക്കാൻ ആളുകളെ പറ്റിയത് ഈ കസ്തൂരിരംഗൻ ഇഷ്യൂ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. അതിനുശേഷം ഇവിടെ നിരവധി ഇഷ്യൂസ് വരുന്നുണ്ട്. ഏറ്റവും അവസാനം ഈ പറയുന്ന വഖഫ് ഭൂമി പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അതുകൂടാതെ ഈ സഭാ പ്രവർത്തനങ്ങൾക്ക് നേരിടുന്ന പീഡനങ്ങൾ, ഇപ്പം ഛത്തീസ്ഗഡിലൊക്കെ ഉണ്ടായ സംഭവം നമുക്കറിയാം. അപ്പൊ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാൻ സഭക്ക് കഴിയുന്നില്ല. ഒരു 10-15 വർഷമായി ഇതിലോട്ടാണ് പ്രശ്നം തന്നെയാണ്. ഇത് സീരിയസ് ഇഷ്യൂ ആണ്, സീരിയസ് ആണ്. ഇതാണ് സഭയ്ക്ക് പറ്റിയ ഏറ്റവും ഹാൻഡിക്യാപ്ഡ് ആയത്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ മൈനോറിറ്റിയെയും അവരുടെ സ്ഥാപനങ്ങളെയും ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും സ്ട്രെങ്തൻ ചെയ്ത കാത്തലിക് സഭയുടെ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞ കേരളത്തിലാണ് ഈ അച്ഛന്മാരും ബിഷപ്പുമാരും കന്യാസ്ത്രീകളുമാണ്. അവരെന്തുകൊണ്ടാണ് നിശബ്ദമായിട്ടിരിക്കുന്നത്? അതായത് കേരളത്തിലെ കാത്തലിക് സഭയ്ക്ക് അതിഭയങ്കരമായ ഭയമുണ്ട്. അവരെ എന്നാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാരും മോദി സർക്കാരും നോട്ടീസ് അയച്ച് അവരെ അകത്താക്കുന്നത്, എന്നാണിത് റെയ്ഡ് ചെയ്യുന്നത്. ജോയി ആലുക്കാസിൻ്റെ ഒരു ഇഷ്യൂ എടുക്കാം, അതായത് അദ്ദേഹത്തിൻ്റെ കള്ളപ്പണം പിടിക്കുക സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റൂട്ടുകൾ തപ്പിപ്പോയി കഴിയുമ്പോൾ റൂട്ടുകൾ എല്ലാവർക്കും പിടികിട്ടി എങ്ങോട്ട് എവിടുന്ന് ഇത് വന്നത്. അപ്പം ഇത് ഇഷ്യൂ തന്നെയാണ്, ഇവർക്ക് ഭയമാണ്. അതായത് സഭാ ലീഡേഴ്സിനും മെത്രാന്മാർക്കും അച്ഛന്മാർക്കും അറിയാം ഫർദർ BJP ഇവിടെ ഭരിക്കുന്നിടത്തോളം കാലം ഇവർക്ക് പഴയ പോലെ സാമ്പത്തിക പ്രശ്നങ്ങളുമായി അവരുടെ പല സംഭവങ്ങളും പഴയ പോലെ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിലാണ് ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതിൽ മൗണ്ട് ഒലിവർ എന്ന് പറഞ്ഞ് ഡൽഹിക്ക് അടുത്തൊരു സ്കൂളിൽ അതെ അവിടെ 2 പേര് കയറിയിട്ട് അവിടെ ആ സ്കൂളിൻ്റെ ഓഫീസിനകത്ത് കയറിയിട്ട് ഫോട്ടോ മാറ്റിയിട്ട് RSS നേതാക്കളുടെ ഫോട്ടോ എടുത്ത് വെച്ചു. എന്നിട്ട് അവിടുത്തെ പ്രിൻസിപ്പലിനെ കൊണ്ട് ജയ് ശ്രീറാമു അതും ഇതും വിളിപ്പിച്ചു. ഞാൻ ഒരു കാര്യം മുദ്രാവാക്യങ്ങളൊക്കെ അല്ല അവരെ അല്ല ഈ പറയുന്ന സ്കൂളിന്റെ മാനേജ്മെന്റ് ആൾക്കാരെ കണ്ട് അതും ഇതൊക്കെ വിളിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, മാപ്പ് പറയപ്പോ ഇതെല്ലാം വിളിപ്പിച്ചു. ഇത് നേരത്തെ കാത്തലിക് സഭയുടെ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇത് പറഞ്ഞാൽ ചെയ്യൂ, അവർ ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യും. കാരണം അവർ വന്നിരിക്കുന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം ഇവർക്കൊക്കെ പേടിയെന്ന് പറയുന്നത് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കയറി പിടിക്കുമോ എന്നുള്ളതാണ്, അതിനെ ഫ്രീസ് ചെയ്യുമോ എന്നുള്ള പേടിയ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്വത്ത് ഇഷ്ടം പോലായി. ഇതിൻ്റെ അകത്ത് റൂട്ടുകൾ തപ്പിപ്പോയി കഴിയുമ്പോഴാണ് ഇവർക്കെല്ലാം പേടി എന്ന് പറയുന്നത്. ഇതൊക്കെ വിശ്വാസ കാര്യങ്ങൾ രണ്ടാമതും ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒന്നാമതുമായി. അതെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം കാത്തലിക് സഭ ഇന്ത്യയിൽ ഒരാളെ പോലും കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കാത്തലിക് സഭ ഏറ്റവും കൂടുതൽ ഹണ്ട് ചെയ്യുന്നതിൻ്റെ കാര്യം? റീസണുണ്ട്. ആ റീസൺ എന്താണെന്ന് ഈ പറയുന്ന സഭാ മേധാവികൾക്കറിയാം. കാരണം ഇവരുടെ ആ പഴയ ഒരു ഒഴുക്കും നല്ല വർക്കിൻ്റെ മെറിറ്റും ഇതൊക്കെ അങ്ങ് പോയി. ഇവർക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഇതങ്ങ് സംരക്ഷിച്ച് നിർത്തണം, മുന്നോട്ട് പോകണം. അവരുടെ ഒബ്ജക്റ്റീവ് അതായിട്ടങ്ങ് മാറി. കാരണം സഭയിൽ ആളുകൾ കുറയുന്നു, അച്ഛന്മാരാകാനും കന്യാസ്ത്രീകളാകാനും ആളുകളുണ്ടാകുന്നില്ല. ഇത് മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു, ഒബ്ജക്റ്റീവ് ഇല്ലാതായി മാറി. അതാണ് സംഭവം. അവിടെയാണ് ഇന്ത്യയിലെ പെൻഡക്കോസ്റ്റ് ഹൈലി സക്സസ് ആയത്. ചരിത്രം എടുത്ത് നോക്കുക, നേപ്പാളിൽ നിന്ന് കാത്തലിക് സഭ തോറ്റ് പിൻവാങ്ങിയതാണ്. ഞാൻ ഹിസ്റ്ററി എടുത്ത് പറയാം. അവർ ഭയന്ന് പിന്മാറി. എന്നിട്ട് അവർ ഇന്ത്യയിൽ വന്നു, ഡാർജിലിംഗ് വന്നു, അവർ നോർത്ത് ഈസ്റ്റിലോട്ട് പോയി. അവിടെ പോയേക്കുന്ന കേരളത്തിലെ മർത്തോമ സഭയാണ് പിന്നെ പോയത്. എന്നിട്ട് അവിടെ പോയേക്കുന്ന പെന്തക്കോസുകാരാണ് പോയിരിക്കുന്നത്. അവരതിനെ മാറ്റിയോ?
മാറ്റിയെന്ന് ആ സെൻസിലാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കാത്തലിക് സഭ ഈ നോർത്ത് ഇന്ത്യയിൽ എവിടാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യമായ ഗോസ്പൽ എവിടാ പറയുന്നത്? ഈ പറയുന്ന പോലെ വാറ്റിക്കാനിലെ ഇപ്പോഴത്തെ പോപ്പ് ലിയോ പറയുന്ന പോലെ ഇവരെവിടാ പറയുന്നത്? അതൊക്കെ അങ്ങ് ഡിക്ലൈൻ ചെയ്തു. അപ്പം ഞാനീ പറയാൻ പോകുന്നതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്, കാത്തലിക് സഭ അവരുടെ റൂട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് മാറി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അതായത് അച്ഛന്മാരും ഇവിടുന്നുള്ള മലയാളി അച്ഛന്മാരെങ്ങനെ കാനഡയിൽ പോയി സെക്ഷൽ സ്കാൻഡലിൽ പെടുന്നു? ഇതിന് ചോദ്യമുണ്ട്. ഇതൊക്കെ ഈ മൈനേഴ്സിനോടുള്ള ഇതിനൊക്കെ വളരെ ഇതായിട്ടാണ് അവർ കാണുന്നത്. അതെ, ഭയങ്കര കുറ്റമാണ്. അതേപോലെ മറ്റുള്ള അവരുടെ കാര്യം മാത്രമല്ല, ഓർത്തഡോക്സ് സഭ മോശമാണോ? ഈ പറയുന്ന മറ്റുള്ള യാക്കോബായ സഭ മോശമാണോ? ഇതായത് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ എന്ന് പറയുന്നത് എപ്പിസ്കോപ്പൽ സഭകൾ, ഇവർക്കെല്ലാം പ്രശ്നം മുമ്പിൽ നിൽക്കുവാണ്. അതിൽ നിന്ന് ഒളിച്ചോടുവാൻ വേണ്ടി PFIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരല്ല പറയേണ്ടത്. എന്താണ് സഭയിൽ പ്രശ്നമുണ്ടായിട്ടുള്ളത്? തെക്ക് വടക്ക് കുർബാന. അതിനൊരു സൊല്യൂഷൻ ഇത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഇവരുടെ അതേ സെമിനാരിയിൽ അവിടൊക്കെ പഠിച്ച അച്ഛന്മാരും ഇവരുടെ സഹോദരന്മാരും ഇവരൊരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന റിലീജിയസ് ലീഡേഴ്സാണല്ലോ. എന്തുകൊണ്ട് ഈ ഒരു ഇഷ്യൂ ഇവർക്കിത് ഒരു ആമിക്കബിളായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ല? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ സഭയ്ക്കും, അതായത് കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭയ്ക്ക് വരാനുള്ള ദിവസങ്ങൾ അതായത് അതിനിർണായകമായിരിക്കും. ജനങ്ങൾ, അതായത് വിശ്വാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്, കന്യാസ്ത്രീ അച്ഛനാകാൻ ആളുകളില്ല. അതായത് ഞാനത് കമ്പയർ ചെയ്യാം. ഇപ്പം ഞാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ കണ്ട ഒരു സംഭവമുണ്ട്. കാത്തലിക് സഭ പല പള്ളികളിലും അതെല്ലാം അടച്ചിട്ടേക്കുവാണ്. പല പള്ളികളും ബാറുകളായി, അതേപോലെ ഡാൻസ് ബാറുകളായി, ചില പിക്കപ്പ് സെൻറ്റേഴ്സായി. ഓക്കെ, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നേക്കഡ് ഐസിൽ. ഈ അടുത്ത സമയത്ത് ഒരു 2-3 വർഷം കൊണ്ട് ഈ സഭയുടെ പല അവിടെയും വർഷിപ്പ് നടത്തുന്നത് ഈ പെന്തക്കോസ്തുകാർ. അതായത് കാത്തലിക് സഭയുടെ വരാൻ പോകുന്ന ദിവസം യൂറോപ്പിലുണ്ടായ നാശം അത് കേരളത്തിലും വരാൻ പോകുക. അതിനൊരു പോംവഴി എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് കൂടെയുള്ള ഈ കർഷക ഇഷ്യൂസ് ഉണ്ട്, പുതിയ ജനറേഷൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഒരു 3 കുട്ടികളെ ഉണ്ട്, 3 കുട്ടികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ 4 കുട്ടികളുണ്ട്. ഇവരെ ആരാ വളർത്തുന്നേ? കാരണം ഇതിനെത്ര മാൻ പവർ വേണം. ഇത് പഴയ പോലെ 11 കുട്ടികളെ പ്രസവിച്ച് അങ്ങനൊരു അന്തരീക്ഷമല്ല ഇന്നത്തെ. അതൊക്കെ അങ്ങ് പോയി. ഇങ്ങനെ വളർത്തും? ഇതൊക്കെ ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഈ സഭയുണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഇവരെ വിട്ടു പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും അതൊക്കെ പോയി. കാരണം പുതിയ രീതിയിലുള്ള സംഭവങ്ങളിലോട്ടാണ് ജനങ്ങൾ പോകുന്നത്. കാരണം ഈ മലയാളികൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് കേരളത്തെയും ഇന്ത്യയും വേണ്ട. അവരുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് അമേരിക്കയാണ്. അതാണ് അതിൻ്റെ പ്രധാനം. ഈ അച്ഛന്മാരൊക്കെ അവിടെ പോകും, അവിടെ വലിയ സ്വീകരണവും പദയാത്രയും ഒക്കെ നടത്തുന്നുണ്ട്. റീസണുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് കേരളത്തെ വേണ്ടാത്തത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവ വീടുകൾ വൃദ്ധസദനങ്ങളായത്. ഇതാണ് റിസർച്ച് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്. ഇവർ പറയുന്ന റിവേഴ്സ് മൈഗ്രേഷൻ ഒരു കുന്തവും നടക്കാൻ പോകത്തില്ല. എന്ത് റിവേഴ്സ് മൈഗ്രേഷനാണ്? ഇന്ത്യയിലും കേരളത്തിൽ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് പലർക്കും കിട്ടുന്നത്? ഇതിനൊക്കെ മാറ്റർ ചെയ്യും. പഴയ ചെലവല്ല ഇന്നത്തെ ചെലവ്. അതിനൊന്നും ഉത്തരം കൊടുക്കുന്നില്ല. സഭയ്ക്കകത്തെ തമ്മിൽ ഉത്തരം കൊടുക്കുന്നില്ല. ഞാൻ പൂർണ്ണമായിട്ട് അദ്ദേഹം പറഞ്ഞ് തള്ളിക്കളയുമല്ല. ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞതും ബിഷപ്പ് തറയിൽ പറഞ്ഞത് ഇതൊന്നും തള്ളിക്കളയുമല്ല. പക്ഷെ ആദ്യം ഉത്തരം കൊടുക്കേണ്ട ഇഷ്യൂ ഉണ്ട്. എന്തുകൊണ്ട് സഭയിലെ ആത്മീയ നേതാക്കൾ അവർക്കിങ്ങനൊരു ഇഷ്യൂ ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് അവരുടെ വിശ്വാസികൾക്ക് അവരുടെ കോർ ഇഷ്യൂവിനെ ഇവർ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല?
അതിനാണ് ഉത്തരം കൊടുക്കേണ്ടത്. ആ ഉത്തരം കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ ഇഷ്യൂ, അതായത് ഷാഡോ ബോക്സ് മുമ്പോട്ട് വരുന്നത്. അതിലോട്ടൊന്നും അവർ പോകുന്നില്ല. ഇഷ്ടംപോലെ സ്ഥാപനം സ്ഥാപിച്ചു, പക്ഷെ ഇത് എങ്ങനെ നടത്തും അതിനും ഉത്തരം കൊടുക്കുന്നില്ല. എനിവേ, ഇതൊരു നല്ല ഡിബേറ്റായിട്ട് സഭയ്ക്കകത്ത് തന്നെ ഡിബേറ്റ് ചെയ്യണം. ഞാൻ ഈ സഭാ വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞ് ഷൈജു ആൻ്റണി എന്നൊക്കെ അവന്മാരൊന്നും പറയാൻ ഞാൻ മുഖവിലക്ക് എടുക്കുന്നില്ല. അതല്ല ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയും. ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് കാത്തലിക് സഭ എന്ന് പറയുന്നത് കേരളത്തിലെ, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ അതേപോലെ ഹെൽത്ത് സെക്ടറിൽ കൊടുത്ത സംഭാവനയുണ്ട്. അത് നിലനിന്നേ മതിയാവത്തുള്ളൂ. അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം. എങ്ങനെയാണ് പോപ്പ് ലിയോ ചില കാര്യങ്ങൾ തുടക്കം കുറിച്ചു. അതായത് സെയിൻറ്റ് മേരി അല്ല, യേശുക്രിസ്തു റിഡീമർ ഇല്ല, റിഡീമർ മാത്രമേ ഉള്ളൂ. അതൊരു റവല്യൂഷണറി തീരുമാനമാണ്. അതായത് റിഡീമർ, അതായത് ക്രൈസ്റ്റിനെ മാത്രമേ വെക്കാൻ പാടുള്ളൂ, അല്ലാതെ ഒരു ബ്രോക്കറായിട്ട് മറ്റുള്ളവരെ വെക്കാൻ പാടില്ല. കാരണം അത് കച്ചവടമായി. പിന്നെ അത് രണ്ടർത്ഥത്തിലാണ് അത് വ്യാഖ്യാനം വരുന്നത്. കാരണം ഈ സഭയായിട്ട് ബന്ധപ്പെട്ട ചില കാനോനും ഗ്ലോബലായിട്ടുള്ള മീഡിയയും റിലീജിയസ് സഭാ എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത് ഈ പോപ്പ് ലിയോ എന്ന് പറയുന്ന ആൾ മാറ്റം കൊണ്ടുവരും. എങ്ങനെയാണ് കാത്തലിക് സഭ എന്ന് പറയുന്നത് അമേരിക്കയിൽ ശക്തമായത്, ആ ഒരു മാറ്റം ഗ്ലോബലി കൊണ്ടുവന്നാൽ മാത്രമേ കേരളത്തിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. സഭ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യരുത്. സഭയുടെ കോർ ഇഷ്യൂലോട്ട് സഭ വരണം. എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. വളരെ ചലഞ്ചിങ് ആണ് ഇനി വരാനുള്ള ദിവസങ്ങൾ. ഇത് മുഴുവനും ഇല്ലാതായി പോവും. അപ്പം അതിലേക്കാണ് സഭ പഠിക്കുകയും വിരൽ ചൂണ്ടുകയും ഇതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. അതാണ് എൻ്റെ ഒരു അസസ്മെൻ്റ് എന്ന് പറയുന്നത്.